ഇത് മാസ് മോട്ടോഴ്സ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി i3 മോഡൽ BS6 വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞാൽ ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ലൈനർ കമ്പനി ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, ഗ്രിപ്പൊക്കെ ഉണ്ട്. ചെയിൻ സ്പോക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവണയും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. അതിന് ശേഷം നമുക്കത് മാറ്റിയിടേണ്ടി വരും. ഐറ്റം നമുക്ക് എന്തെങ്കിലും ഈ മോഡലായതുകൊണ്ടായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ അല്ല. അപ്പോൾ അതാണ് ഐറ്റം വരുത്തി വെച്ചേക്കാം. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റി വരും. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട്. എക്സൈൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.59 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോണ്ടല്ലോ, ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ട് കാണിക്കുക. 12.59 12.5 വോൾട്ട് ഉണ്ടെങ്കിലും ബാറ്ററി സെൽ ഡാമേജാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ആ സെൽഫ് എടുക്കാനായിട്ടുള്ള പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടായിരുന്നു. ആ മാക്സിമം അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിലൊന്ന് മാറണുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീനിങ് ഒക്കെ നടത്തി ഗ്രീസ് ചെയ്യേണ്ടതുണ്ട് ക്യാമൊക്കെ. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അഴിച്ചിട്ട് ആ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്ത് പോകും കേട്ടോ. ഫ്രണ്ട് ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ, മാറപ്പിൻ്റെ സാപ്പർ മോഡലാണ്, നല്ല ടയറാണ്, കുഴപ്പമില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമുക്ക് ഇതവണ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. അതിന് ഇടയ്ക്ക് എപ്പോൾ മാറ്റിയാണ് പുതിയ പ്ലഗ് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട ഒന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഈ ക്ലച്ചിൻ്റെ കേബിൾ നമുക്ക് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ്, ക്ലച്ച് കേബിള്, അതെല്ലാം നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും. അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്കത് അടുത്ത സർവീസ് വരുമ്പോൾ നമുക്കത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. വൈകുന്നേരം ആവും എന്തെങ്കിലും തീരുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തന്നെ ഫോർവേഡ് ചെയ്തേക്കാം.